ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് എടുക്കുന്നത് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പച്ചരി എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ കഴുകി കൊണ്ടുവരാം. ഒരു 4-5 വെള്ളത്തിൽ കഴുകി കൊണ്ടുവരിക. ചൂടുവെള്ളത്തിലിടാനുള്ള കാരണം ഇതിൽ പശ ഉണ്ടെങ്കിലോ പിന്നെ പെട്ടെന്ന് കുതിരുകയും ചെയ്യും, പശ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 4-5 മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കണം കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ രാത്രിയായിരിക്കും ആട്ടാനായിട്ട് പോകുന്നത്. ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അരയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മളിതിന് കപ്പി കാച്ചി വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പാണ് മെഷർമെൻറ്റ്. അപ്പോൾ അത് നിറച്ച് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു 1/4 ഭാഗം കൂടെ അരിപ്പൊടി എടുക്കുക കേട്ടോ. 1/4 ഭാഗം മതിയേ. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ വറുത്തതോ വറുക്കാത്തതോ ഏതും ആവാട്ടോ. അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരി അരച്ചതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു 1.5 കപ്പ് എടുത്തിട്ട് 1.5 കപ്പല്ല, ഒരു അര കപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ കുറുക്കിയെടുത്താൽ മതി. അപ്പം അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഇതുപോലെ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. അത് നമ്മളൊരു അരമണിക്കൂർ മുമ്പേ ചെയ്യുന്നത് എന്തെന്നാൽ ഇതൊന്ന് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്ക് മാവിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് കുറുകിയിട്ടുണ്ട്. ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത്തിരി ഫാൻ ഇട്ട് കൊടുത്താൽ മതി, കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ ഇരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനിത് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പാതി അരി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കപ്പി കാച്ചിയതിൻ്റെ പാതി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കപ്പി നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ച് കൊണ്ടുവരണം. ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഇരിക്കട്ടെ കേട്ടോ. ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് നമുക്ക് അരച്ചു കൊണ്ടുവരണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ കപ്പി കാച്ചിയതിന് നല്ല കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി സെയിം ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് നല്ലപോലെ ഫെർമെൻറ്റ് ചെയ്ത് വരുന്നതിന് യൂസ്ഫുള്ളാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇത് തേങ്ങ അരച്ചെടുക്കുക. അരച്ച മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഓവർനൈറ്റ് ഓർ 8 hours ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈസ്റ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഫെർമെൻ്റ് ആകും. എന്നാലും എത്രത്തോളം അപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആവും കേട്ടോ. അത് നിങ്ങൾക്കത് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പം ഞാനിത് ഓവർനൈറ്റ് ഇപ്പോൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. മാവ് നമുക്ക് ജസ്റ്റ് ആ സ്പൂൺ കൊണ്ടൊന്ന് ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. നല്ല ഫെർമെൻ്റായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഷുഗർ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ലേസിന് നല്ലൊരു കളറ് കിട്ടുന്നതിനും ക്രിസ്പി ആയിട്ട് നിൽക്കുന്നതിനും വേണ്ടിയായിട്ടാണ് ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് കേട്ടോ. ചിലരൊക്കെ ഈ നേരത്തെ ഷുഗറും ഉപ്പും എല്ലാം ആഡ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പത്തിന് ഭയങ്കര ഒരു പുളിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്. ഹോട്ടലുകാരൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയും ഈ ഒരു കളറ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിരുന്നു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ചിലർ ഈനോ ചേർക്കാറുണ്ട്. പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു സ്പഞ്ചി ആയിട്ട് നിൽക്കുന്നതും അത് കുറേ നേരം അത് നിൽക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ചിലരൊക്കെ എന്നോട് മുന്നേ വീഡിയോ ചെയ്തപ്പോഴത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡ വയറ് കേടാക്കും. പക്ഷേ ഞാനൊക്കെ എത്രയോ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെയോ വീട്ടിലുള്ള ആരുടെയും വയറ് കേടായിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ചേർക്കാതിരിക്കാം. ഞാൻ എന്തായിരുന്നാലും ചേർക്കുന്നുണ്ട്. പക്ഷേ അത് നല്ല അപ്പം കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് 1 മണിക്കൂറും കൂടെ വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അത്രയും നല്ലത്. എത്ര നേരം അപ്പത്തിൻ്റെ മാവിരിക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ ഞാൻ 2 കടായി എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അപ്പച്ചട്ടി 2 ചൂടാക്കിയിട്ടുണ്ട്. 2ലും ഞാൻ ഓരോ സ്പൂൺ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ മിഡിൽ ഭാഗം എന്താ പറയുക അധികം വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ സൈഡെല്ലാം നല്ലൊരു കളറ് കിട്ടുന്നതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെക്കൻഡ് വേറൊരു കടായിലേക്ക് സെക്കൻഡ് അപ്പത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അപ്പത്തിന് ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തതിൽ നല്ല കുറച്ച് ലേസൊക്കെ വലുതായിരിക്കും, കുറച്ചുകൂടെ വലിപ്പമുള്ള അപ്പമായിരിക്കും. മറ്റേതിൽ കുറച്ച് പരന്നിട്ടുള്ള അപ്പമായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ 2ലും വ്യത്യസ്തമായിട്ട് കിട്ടുന്നത്. പിന്നെ ലേസിൻ്റെ കളറ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് അധികം കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു നിറമാണ് ഇഷ്ടം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു കളറും ഈ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. നിങ്ങൾ എന്തായിരുന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പാരഗണിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതേ അപ്പമാണ്, അതേ ടേസ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ മുന്നത്തെ അപ്പവും നല്ലതായിരുന്നു. അത് ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നു. ഇത് കപ്പി കാച്ചുന്നതാണ്. കപ്പി കാച്ചുന്നത് എല്ലാവരും അളവ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓവറായിട്ട് അരിപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒട്ടൽ വരും. അതുകൊണ്ടാണ് അരിപ്പൊടി അളവ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ട്രിപ്പും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എഴുതാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ എത്തുന്നവരെ ടിൽ ദെൻ സുരയ്യ നിസിൻ, ടേക്ക് കെയർ, ബൈ ബൈ.